ഹലോ ഗേസ്, നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1.21ൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു 1.20 അപ്ഡേറ്റ് വന്നപ്പോൾ ഒരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് തുടങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്താ റെക്കോർഡ് വോയിസ് ചെയ്ത് എടുത്തില്ല. അപ്പോൾ ഞാൻ ഓവർ വോയിസ് കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് ഹാർഡിലൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സൊക്കെ ഓണാക്കിയിട്ട് നേരെ ഡയറക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പിന്നെ എല്ലാവരും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻസിൽ സ്പോണായിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ഈ ടൈം ലാപ്സ് ഒന്ന് കണ്ട് എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇന്നത്തെ കോളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ ബേസ് ആയിട്ട് ഒരു ബേസ് ഉണ്ടാക്കണം. നമ്മൾ ഈ ഐലൻഡിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാ അവിടെയാണ് സ്പോൺ ആയിട്ടുള്ളത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് ഇവിടെയാണ് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് അവിടെ ഒരു കേവ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ സ്പോൺ ആയിപ്പോൾ നമ്മൾ അവിടെ കേവ് ഉണ്ട്. ആ കേവിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ നെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങണം. നമുക്ക് കോളൊന്നും കിട്ടിയില്ല. ഞാൻ അതായിട്ട് മൈൻഡ് ചെയ്തില്ല. ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ നമ്മളെ ബെഡ് പിങ്ക് ബെഡാണ്. അത് വേറെ ഡൈ ഒന്നും കിട്ടാത്ത നമുക്ക് പർപ്പിൾ ബെഡ് ഒപ്പിക്കണം. അപ്പോൾ അതിന് ഒരു റെഡും ബ്ലൂവും ഡൈയും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റെഡ് ഇവിടെ ഉണ്ട്, ഇനി ബ്ലൂ ഡൈ കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടിയിട്ടാണ് നമുക്ക് അടുത്ത് സെറ്റാക്കാൻ. പിന്നെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അതിലുള്ള നമ്മൾ കോൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പിക്കാക്സ് യൂസ് ചെയ്തില്ല. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് നോക്കിയത് മൈക്ക് ഓൺ ആക്കിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിക്ക് പോയിട്ട് കുറച്ച് അയണൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കോൾ മൈൻ ചെയ്ത് കൊണ്ടിരിക്കണം. കോൾ മൈൻ ചെയ്ത് തന്നാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെയാണ് കേവ്. ഒരു വലിയ കേവ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഇപ്പം തന്നെ വീണിരുന്നു. ഇവിടെ എന്തോ ലാഭ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കുറച്ച് ഇവിടെ ഇത് കാണുന്നുണ്ട്. നമുക്ക് നേരെ കേവിക്ക് പോകണ അവിടെ അയണുണ്ട്. അവിടെ
മോബ്സൊക്കെ വരുന്നതിന് പോകണം. നമ്മളിപ്പോൾ വരുന്ന കോള് കളക്ട് ചെയ്യാനാണ്. കോള് കളക്ട് ചെയ്യാൻ കേവ് ഇറങ്ങണമെന്നില്ല. ഇവിടെ കോള് ഇവിടെ തപ്പി വെക്കാം. കോള് കിട്ടായിരിക്കില്ല. ഓ ഇപ്പം തന്നെ സത്യം ഒരു വലിയ കേവാണ്. ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇനി ഉണ്ടാവും. അവിടെ അയണക്കണ്ട് വേണം കുറച്ച് മൈൻഡ് ചെയ്ത് പോകും. സോംബീസിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് വളഞ്ഞിട്ട് അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് സോംബീസ്. നമുക്കത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് അയണ ഉണ്ട് അവിടെ. അയണ കളക്ട് ചെയ്യാം. കുറച്ചാണ് മേലുണ്ട്. അതായി പോയി. ഇവിടെ കുറച്ച് കോളുണ്ട്. കോൾ എടുക്കുക. കോൾ എടുത്തിട്ട് നമുക്ക് നേരെ ഹോമിക്ക് പോകണം. നമുക്ക് പോയിട്ട് ടോർച്ചൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കണ്ടു വരാം. അയണ് ഇവിടെ അയണ നമ്മുടെ കണ്ട സാധ്യത താഴേക്ക് പോകാം. വലിയ കേവാണ്. കോൾ കഴിഞ്ഞ് തോന്നുന്നു. ഇത്ര തന്നെ മതി. സ്ലൈം ഇവിടെ ഇത് സ്ലൈം ചങ്കാണെന്ന് തോന്നുന്നു. ഇവിടെ സ്ലൈം ബ്ലോക്ക് ഡിസ്പോണാണ്. അപ്പോൾ നമുക്കൊരു സ്ലൈമിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അയണ് നമുക്ക് നേരെ മേലേക്ക് വണ്ടി കയറിയിട്ട് പെട്ടെന്ന് ഹോമിക്ക് പോവാം. നമുക്ക് നേരെ മേലേക്ക് പോവാം. ഇവിടെ കുറച്ച് ഉണ്ടാക്കി പിന്നെ എടുക്കുക. എനിക്ക് തീരെ ഫൈറ്റിംഗ് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചാവണിന് പോയി നമുക്ക് നേരെ ഹോമിക്ക് പോകാൻ നല്ലത്. ഓ നമുക്ക് നേരെ ഹോമിക്ക് പോവാം. ഹോമിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കുറച്ചും കൂടി കളക്ട് ചെയ്ത് പോവാം. ഒരു സിമ്പിൾ സ്റ്റാർട്ട് ബേസ് ഉണ്ടാക്കാനാണ് പ്ലാനിങ്. പിന്നെ അതൊക്കെ ഉണ്ടാക്കാം. കോള് താഴെ പ്രശ്നമുള്ള നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ കാണല്ലേ. തുറക്കാം. ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. വെക്കാൻ കഴിയില്ലേ? ലൈറ്റ് വെക്കാൻ കഴിയില്ല. കുറച്ച് സ്പോൺ പ്രൂഫ് ചെയ്യണം. അല്ലെങ്കിൽ രാത്രി ഫുൾ സോംബി അറ്റാക്ക് ആയിരിക്കും. എത്ര നേരം പോരാ വേണം. നമുക്കിപ്പോൾ കിട്ടിയ കോള് ഫുള്ള് ആവശ്യത്തിന് ഫുഡുമായിട്ടുണ്ട്. അതിനെ സ്മെൽറ്റ് ചെയ്യാം. അത്രയ്ക്ക് ആവശ്യത്തിലുള്ളതായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കിട്ടിയ നമ്മൾ ഫസ്റ്റത്തെ പിക്കാക്സ് ആക്സാണ്. നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച പിക്കാക്സ് തന്നെ ഉണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കണം. ഈ ബേസ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ കോബിൾ കിട്ടിയിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട്. നമുക്ക് കുറച്ച് ആക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്
കുറച്ച് ഇതായിട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തിന് ശേഷം നമ്മൾ ഹോം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹോം സെറ്റൊക്കെ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ദിവസം കളി നിർത്തി വെച്ചിപ്പോൾ ഞാൻ ഹോം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹോം കംപ്ലീറ്റ് ആക്കിയില്ല, ഇനി അതിൻ്റെ ഇതൊക്കെ സെറ്റ് ആക്കാണ്ട്, അതിൻ്റെ സൈഡ് വാള് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല, അതിൻ്റെ റൂഫും പിന്നെ ബോഡി പാർട്ടും ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് അവിടുന്ന് ജംഗിളിൻ്റെ സ്ലാപ്പിലിങ്ങൊക്കെ കിട്ടീനി, അപ്പോൾ അതോടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രസ് ആയി. പിന്നെ മൈനിങ് ഏരിയ ബെഡ്റോക്ക് ഏരിയ കുഴിച്ച് അവിടുന്ന് കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു ഷിപ്പറൊക്കെ കിട്ടി. പിന്നെ ആ ഭാഗത്ത് ഒരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജിലേക്ക് പോയി. വില്ലേജിൽ നിന്ന് കുറച്ച് അയൺ ആർമറൊക്കെ കിട്ടി. ഫുള്ള് അയൺ ആർമറായി. നമ്മൾ ചെസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് എന്തോ ചെയ്തപ്പോൾ ചെസ്റ്റിൽ വെച്ചാണ്. എല്ലാം അയൺ ആർമർ ഫുള്ള് ചെസ്റ്റിലുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ഷിപ്പറൊക്കെ ഒന്ന് മറ്റേ എന്തുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്, എന്തൊരു സാധനം ഉണ്ടല്ലോ, അത് സാധനം കിട്ടി. അതിൻ്റെ പേരെന്ത്, ഇത് ടംപ്ലേറ്റ് കിട്ടി. പിന്നെ ഒരു ഡയമണ്ട്, ഒരു ട്രഷർ മാപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടിയാണ്. ലാപ്പിസും പിന്നെ നമ്മളെ പൂതൊക്കെ വെച്ചിട്ട് നമ്മളെ ബെഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ കളർ മാറ്റി പർപ്പിൾ. പിന്നെ അവിടുന്ന് ഒരു ഡോഗനെ കെട്ടിയിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടുന്ന് കുറേ ബോണ് കൊടുത്ത് ടീം ആവണില്ല അവനപ്പോൾ ഇവിടെ കെട്ടിച്ചിട്ടൊക്കെയാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ അടുത്ത വീഡിയോയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ സെറ്റ് ആവാക്കാരം. ഞാൻ അവിടുന്ന് ആ ഷിപ്പറൊക്കെ അത് കിട്ടിയത്. പിന്നെ ഇപ്പോൾ ആറപ്പത്തെ ഈ ഐലൻഡ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ ഇവിടെ കുറേ ലൈറ്റൊക്കെ ചെയ്ത് അത്രയൊക്കെ ഉള്ളൂ. ആറപ്പത്തെ വെച്ചാൽ പിന്നെ ഈ വീടിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ പൊന്തിക്കണം, അങ്ങനത്തെ രീതിയിൽ വെച്ചിട്ടുണ്ട് മേലേക്ക് ഇതാക്കിയിട്ട്. ഞാൻ അടുത്ത വീട്ടിൽ ഫുള്ള് പണി ചെയ്യുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ എന്തെങ്കിലും സെലക്ഷൻസ് ഒക്കെ ഉണ്ട് പറയാം. പിന്നെ നമ്മൾ ആ പട്ടിക്കുട്ടിക്ക് എന്താ പേരിടേണ്ടിയെന്നും അതും കൂടി വീഡിയോയിൽ പറയാം. പിന്നെ ആ പാർട്ടിലുള്ള ഇതില്ല. പിന്നെ ഇതൊക്കെ ചെയ്തപ്പോൾ പിന്നെ നമുക്കൊരു ഇത് കിട്ടി, എന്താണ് ബോ കിട്ടി. ഒരു ഇൻഫിനിറ്റിയും പവർ 3 ഉള്ള ഒരു ബോ കിട്ടി. ഒരു സ്കെൽട്ടൻ വന്നപ്പോൾ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ അനിയനും കൂടെ കളിക്കണം എന്നുണ്ട്. അപ്പോൾ അവനും അടുത്ത വീഡിയോ ചിലപ്പം ഉണ്ടാവും കൂടെ കളിക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ബൈ.